ഹലോ മക്കളെ, അപ്പൊ ലിവിംഗ് വേൾഡ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിന്ന് 1 മിനിറ്റ് കൊണ്ട് നമുക്ക് 3 മാർക്ക് നേടാം. അതായത് ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് സ്ഥിരമായിട്ട് ചോദിക്കുന്ന 2 ചോദ്യങ്ങളാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയാലോ, വിച്ച് അമംഗ് ദ ഫ്ലോയിങ് റെപ്രസെന്റ്സ് കറക്റ്റ് സീക്വൻസ്. അതായത് ടാക്സോണമി കാറ്റഗറീസ് ആണ് കൊടുത്തിട്ടുള്ളത്. ഇതില് കറക്റ്റ് ഓർഡറിൽ എഴുതിയിരിക്കുന്ന ഓപ്ഷൻ ആണ് നമ്മളോട് തിരഞ്ഞെടുത്ത് എഴുതാൻ പറഞ്ഞിരിക്കുന്നത് അല്ലേ. സോ നമ്മൾ ഓൾറെഡി ഇതിനെന്ത് ഒരു കോഡ് പഠിച്ചിട്ടുണ്ട്. എന്താണ്? KPC അല്ലെ. കിങ്ഡം, ഫൈലം ഓർ ഡിവിഷൻ, ക്ലാസ്, ഓർഡർ, ഫാമിലി, ജീനസ്, സ്പീഷീസ്. അപ്പൊ ഇതിൽ കറക്റ്റ് ഓപ്ഷൻ ഏതാണ് വരുന്നത്? നോക്കിക്കേടാ. ഫസ്റ്റ് ഓപ്ഷൻ KPC, ഓർഡറിന് പകരം ഫാമിലി. അപ്പൊ അത് തെറ്റാണല്ലേ. ഇവിടെ ഫൈലത്തിലാണ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് അല്ലെ. ഫൈലം, ക്ലാസ്, കിങ്ഡം, അതും തെറ്റാണ്. ഇനി ഡി നോക്കിക്കേ. KPC ഓഫ്, ഓർഡറിന് പകരം ഫാമിലി, പിന്നെ ജീനസ് ആണ് വന്നിരിക്കുന്നത്. സോ ഓപ്ഷൻ ഡിയും തെറ്റാണ്. സോ കറക്റ്റ് ഓപ്ഷൻ ഏതാണ്? ഓപ്ഷൻ സി അല്ലെ. KPC ഓഫ് GS അല്ലടാ. സോ ഓപ്ഷൻ സി ഇസ് ദ റൈറ്റ് ആൻസർ. ഇത് സ്ഥിരമായിട്ട് വരുന്ന ചോദ്യമാണ്, പഠിച്ചു വെച്ചോളാം. സോ മക്കളെ നോക്കിക്കേ, ഇതിൽ മറ്റൊരു ചോദ്യം കൂടി ചോദിക്കും. അതായത് ലോവസ്റ്റ് കാറ്റഗറി ഏതാന്ന് ചോദിക്കും. ലോവസ്റ്റ് കാറ്റഗറി സ്പീഷീസ് ആണ്. ആൻഡ് ഹയസ്റ്റ് കാറ്റഗറി ഏതാന്ന് ചോദിക്കും. അത് ഏതാണ്? അത് കിങ്ഡം ആണ്. ഹയസ്റ്റ് കാറ്റഗറി കിങ്ഡം ആണ്. ആൻഡ് ഓൾസോ നമുക്കറിയാം അസെൻഡിങ് ഓർഡർ അല്ലെ. അസെൻഡിങ് ഓർഡർ എന്ന് പറയുമ്പോൾ സ്പീഷീസിൽ നിന്ന് കിങ്ഡത്തിലേക്ക്, അതാണ് അസെൻഡിങ് ഓർഡർ. നമുക്കറിയാം കോമൺ ഒബ്സർവബിൾ ക്യാരക്ടേഴ്സ് അല്ലെങ്കിൽ സിമിലർ ക്യാരക്ടേഴ്സ് സ്പീഷീസിൽ നിന്ന് കിങ്ഡത്തിലേക്ക് പോകുന്നതിനനുസരിച്ച് എന്ത് ചെയ്യുന്നു? അത് ഡിക്രീസ് ചെയ്യുന്നു അല്ലെ. ഇറ്റ് ഡിക്രീസസ്. ഓക്കെ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ ആണ് എക്സ്പാൻഡ് ദ ഫോളോയിങ്. ഫുൾ ഫോം ആണ് ചോദിച്ചിരിക്കുന്നത്. സോ ICBN-ഉം ICZ-നും. ICBN എങ്ങനെയാണ് വരുന്നത്? ഇന്റർനാഷണൽ യൂണിയൻ ഫോർ ബൊട്ടാനിക്കൽ നോമൻക്ലേച്ചർ ആണ് ICBN. ഓക്കെ. അങ്ങനെയാണെങ്കിൽ ICZ-ന്റെ ഫുൾ ഫോം എന്താണെന്ന് മറക്കാതെ കമന്റ് ചെയ്യാം.